മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. ആരെയും അവരുടെ ഭൂതകാലമനുസരിച്ച് വിലയിരുത്തരുത്. ആളുകൾ ജീവിതം പഠിക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, മുന്നോട്ടു പോകുന്നു. മറ്റുള്ളവരോട് ദയ കാണിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും അവരവരുടെ ജീവിതവുമായി മല്ലിടുകയാണ്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. ഭക്തരെ, നിങ്ങളുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നിങ്ങളുടെ കൂട്ടിനുണ്ടാകും. അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു. അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു. തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും തിരികെ വിളിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. ഭക്തരെ, പരസ്പരം പരിഗണിക്കുന്നതിലൂടെയാണ് ഓരോ ബന്ധവും മനോഹരമാവുന്നത്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നിങ്ങളുടെ വിജയമുള്ളത്. തോറ്റു എന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്നതുവരെ ജയിക്കാനൊരിടം നിങ്ങൾക്കായി ബാക്കിയുണ്ട്. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറണം. തുറന്നു പറച്ചിലുകൾ അത് നിങ്ങളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞവരോട് മാത്രമാകണം. അല്ലെങ്കിൽ സാഹചര്യം മാറുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളായി അവ മാറിയേക്കാം. എന്തിലും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നല്ല ഗുണം കാണാൻ കഴിയില്ല. ഭക്തരെ, മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല, ഓരോന്നും അറിയേണ്ടവരിൽ തന്നെ ഒതുക്കുന്നവരാണ് വിവേകശാലികൾ. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വന്നേക്കാം. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. ഭക്തരെ, ബുദ്ധിമാനായ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. വിഡ്ഢി അതിൻ്റെ അടിമയായി മാറും. എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുക എന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത്. പലരും കടന്നുവരും, വളർത്തും, തളർത്തും. ഒന്നുമാത്രം ആലോചിക്കുക, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്. ഭക്തരെ, നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമാണ്. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ നിശബ്ദനാവുന്നു. ഭക്തരെ, എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഭക്തരെ, വീഴും എന്ന് പേടിപ്പിക്കുന്നവരെയല്ല, കൈപിടിക്കാം എന്ന് ധൈര്യം തരുന്നവരെ വേണം കൂടെ നിർത്താൻ. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങൾ ഒന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഏതൊരു ഘട്ടത്തിലും അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങളിൽ അണയേണ്ട കനലുകൾ നിങ്ങളിൽ തന്നെ അണയ്ക്കുക.
പ്രതിസന്ധികൾ മനുഷ്യന് ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോഴാണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. ഭക്തരെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും കരയരുത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.